ഹലോ നമസ്കാരം. ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങളുമായി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രഭാസ് നായകനായി നാഗാർജുന സംവിധാനം ചെയ്ത് ജൂൺ 27 തിയേറ്ററിലെത്തി വമ്പൻ ബ്ലോക്ക് ബസ്റ്റർ വിജയം നേടിയെടുത്ത്, അതായത് 1000 കോടിക്ക് മുകളിൽ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ നേടിയെടുത്ത് മുന്നേറുന്ന ബിഗ് ബഡ്ജറ്റ് പാൻ ഇന്ത്യൻ സിനിമയാണ് കൽക്കി 2898 AD. ചിത്രത്തിന്റെ ഏറ്റവും പുതിയ പോസ്റ്റർ ഇന്ന് പുറത്തു വന്നിരിക്കുകയാണ്. നമ്മളെല്ലാം കഴിഞ്ഞ വീഡിയോകളിലൊക്കെ സൂചിപ്പിച്ചതുപോലെ തന്നെ 1100 കോടി പോസ്റ്ററാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. നേരത്തെ ജൂലൈ 13 ഈ ചിത്രത്തിന്റെ 1000 കോടി പോസ്റ്റർ പുറത്തു വന്നിരുന്നു. ഇന്ന് ചിത്രത്തിന്റെ നിർമ്മാതാക്കളായ വൈജയന്തി മൂവീസ് പ്രസിദ്ധീകരിച്ച ഒഫീഷ്യൽ പോസ്റ്ററിൽ ചിത്രം 1100 കോടി ക്ലബിൽ എത്തപ്പെട്ടിരിക്കുന്നു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. കേരള ബോക്സ് ഓഫീസിൽ ഏകദേശം ഫൈനൽ റണ്ണിലേക്ക് നീങ്ങുന്ന ഈ സിനിമ നിലവിൽ 30 കോടി 80 ലക്ഷത്തോളം രൂപയാണ് സ്വന്തമാക്കിയിട്ടുള്ളത്. കേവലം 5-5.5 കോടി റേഞ്ചിൽ ചിത്രത്തിന്റെ കേരള വിതരണാവകാശം സ്വന്തമാക്കിയ വേഫറി ഫിലിംസിന് ചിത്രം വമ്പൻ ലാഭമാണ് നേടിക്കൊടുത്തിട്ടുള്ളത്. അതേസമയം ചിത്രത്തിന്റെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ സംബന്ധമായ ട്രാക്കേഴ്സ് റിപ്പോർട്ട് പ്രകാരം ഈ സിനിമ 28 ദിവസം കൊണ്ട് 1010 കോടി രൂപയാണ് നേടിയെടുത്തിട്ടുള്ളത്. നാളെ ജൂലൈ 26 വെള്ളിയാഴ്ച വിവിധ ഭാഷകളിലായി 6 സിനിമകൾ തിയേറ്ററിലെത്തുകയാണ്. മലയാളത്തിൽ നിന്ന് 3 സിനിമകളാണ് തിയേറ്ററിലെത്തുന്നത്. നവാഗതനായ അർഫാസ് അയ്യൂബ് തിരക്കഥെഴുതി സംവിധാനം ചെയ്യുന്ന ലെവൽ ക്രോസ് എന്ന സിനിമയാണ് ഇതിൽ ആദ്യത്തേത്. ആസിഫ് അലി, ഷറഫുദ്ദീൻ, അമല പോൾ എന്നിവരാണ് ഈ ചിത്രത്തിലെ പ്രധാന അഭിനേതാക്കൾ. അഭിഷേക് പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ രമേശ് പി പിള്ളയാണ് ഈ സിനിമ നിർമ്മിച്ചിട്ടുള്ളത്. കേരളത്തിലും GCC ഓവർസീസ് രാജ്യങ്ങളിലും ഒരേ സമയം റിലീസ് ചെയ്യപ്പെടുന്ന ഈ സിനിമയുടെ ഓവർസീസ് വിതരണാവകാശം സ്വന്തമാക്കിയിട്ടുള്ളത് ഫാൾസ് ഫിലിംസ് ആണ്. മലയാള മനോരമയുടെ മറിമായം സീരിയൽ കാണാത്തവർ ചുരുക്കമായിരിക്കും. മറിമായം സീരിയലിലെ സത്യശീലനും പാരിജാതനും ചേർന്ന് സംവിധാനം ചെയ്യുന്ന സിനിമയാണ് പഞ്ചായത്ത് ജെട്ടി. സത്യശീലൻ എന്ന് പറയുമ്പോൾ മണികണ്ഠൻ പട്ടാമ്പിയും പാരിജാതൻ സലിം ഹസനുമാണ്. സപ്തതരംഗ് ക്രിയേഷൻസ്, വിനോദ് ഫിലിംസ് എന്നിവർ ചേർന്ന് നിർമ്മിച്ചിരിക്കുന്ന ഈ സിനിമയിൽ രചന നാരായണൻകുട്ടി, വിനോദ് കോവൂർ, സ്നേഹ ശ്രീകുമാർ എന്നിങ്ങനെ മറിമായം സീരിയലിലെ ഒട്ടുമിക്ക താരങ്ങളും അണിനിരന്നിട്ടുണ്ട്. ചിത്രത്തിന് കേരളത്തിൽ വളരെ മികച്ച സ്ക്രീൻ കൗണ്ടും ലഭ്യമായിട്ടുണ്ട്. ഈ ചിത്രത്തിന്റെ GCC ഓവർസീസ് വിതരണാവകാശം സ്വന്തമാക്കിയിട്ടുള്ളത് ഫാൾസ് ഫിലിംസ് ആണ്. പ്രമുഖ തിരക്കഥാകൃത്തായ SN സ്വാമി ആദ്യമായി സംവിധാനം ചെയ്യുന്ന ത്രില്ലർ സിനിമയാണ് സീക്രട്ട്. നാളെ ജൂലൈ 26 വെള്ളിയാഴ്ച തിയേറ്ററെത്തുന്ന ഈ സിനിമയിൽ ധ്യാൻ ശ്രീനിവാസൻ, ജേക്കബ് ഗിറി, അപർണ ദാസ്, രഞ്ജിത്ത്, രഞ്ജി പണിക്കർ, മണിക്കുട്ടൻ എന്നിങ്ങനെ നല്ലൊരു താരനിരയും ഈ ചിത്രത്തിലുണ്ട്. കേരളത്തിൽ 100ഓളം തിയേറ്ററുകളിലായി 120ലധികം സ്ക്രീനുകളിൽ ഈ ചിത്രം നാളെ പ്രദർശനം നടക്കുന്നുണ്ട്. ഷാൻ ലെവി സംവിധാനം ചെയ്ത ഹോളിവുഡ് സിനിമയായ ഡെഡ്പൂൾ ആൻഡ് വോൾവറൈൻ എന്ന സിനിമ വമ്പൻ ബുക്കിംഗുമായി നാളെ കേരളത്തിലും തിയേറ്ററിലെത്തുകയാണ്. ഇന്ന് വൈകുന്നേരം 8 മണി വരെയുള്ള റിപ്പോർട്ടുകൾ പ്രകാരം ഈ ചിത്രം കേരളത്തിൽ 65 ലക്ഷത്തോളം രൂപ പ്രീസെയിൽ കളക്ഷൻ നേടിയെടുത്തിട്ടുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട റിലീസ് ധനുഷ് സംവിധാനം ചെയ്യുന്ന രായൻ എന്ന തമിഴ് സിനിമയാണ്. സൺ പിക്ചേഴ്സിന്റെ ബാനറിൽ കലാതിഥിമാരൻ നിർമ്മിച്ച ഈ സിനിമയിൽ ധനുഷിനൊപ്പം SJ സൂര്യ, പ്രകാശ് രാജ്, സെൽവരാഘവൻ, സുന്ദീപ് കിഷൻ, കാളിദാസ് ജയറാം, തുഷാര വിജയൻ, അപർണ ബാലമുരളി, വരലക്ഷ്മി, ശരത് കുമാർ, ശരവണൻ എന്നിങ്ങനെ നല്ല ഒരു താരനിരയും അണിനിരക്കുന്നുണ്ട്. കേരളത്തിൽ ഈ ചിത്രത്തിന്റെ വിതരണാവകാശം ഏറ്റെടുത്തിട്ടുള്ളത് ഗോകുലം മൂവീസ് ആണ്. വളരെ മികച്ചൊരു തിയേറ്റർ കൗണ്ട് ഈ ചിത്രത്തിന് കേരളത്തിൽ ലഭ്യമായിട്ടുണ്ട്. കേരളത്തിൽ 216 തിയേറ്ററുകളിലായി 260ലധികം സ്ക്രീനുകളാണ് ഈ ചിത്രത്തിന് ആദ്യ ദിവസം ലഭിച്ചിട്ടുള്ളത്. ചിത്രത്തിന്റെ പ്രീസെയിൽ കളക്ഷനിലേക്ക് വന്നാൽ 6 കോടിയോളം രൂപ തമിഴ്നാട്ടിൽ നേടിയ ഈ സിനിമ വേൾഡ് വൈഡ് പ്രീസെയിൽ കളക്ഷനായി 7.5-8 കോടി റേഞ്ചിലാണ് നിലവിൽ നേടിയെടുത്തിട്ടുള്ളത്. മോഹൻലാൽ നായകനായി സിബി മലയിൽ സംവിധാനം ചെയ്ത് 2000-ൽ തിയേറ്ററിലെത്തി പരാജയം ഏറ്റുവാങ്ങിയ സിനിമയാണ് ദേവദൂതൻ. ഒരു മിസ്റ്ററി മ്യൂസിക്കൽ ഹൊറർ വിഭാഗത്തിൽ വരുന്ന ഈ സിനിമ രഘുനാഥ് പാലേരിയുടെ തിരക്കഥയിൽ സിയാദ് ഖോക്കറാണ് നിർമ്മിച്ചിട്ടുള്ളത്. ഈ സിനിമയുടെ 4K HD റീമാസ്റ്റർ പതിപ്പ് നാളെ തിയേറ്ററിലെത്തുകയാണ്. പുതുതായി റിലീസ് ചെയ്യപ്പെടുന്ന ദേവദൂതൻ എന്ന സിനിമയ്ക്ക് മികച്ച സ്വീകാര്യതയും ബുക്കിംഗുമാണ് നിലവിൽ നേടിയെടുക്കാനായിട്ടുള്ളത്. UAE ഉൾപ്പെടെയുള്ള GCC രാജ്യങ്ങളിലും ഈ ചിത്രം നാളെ തിയേറ്ററിലെത്തുകയാണ്. പുതുതായി തിയേറ്ററിലെത്തുന്ന 6 സിനിമകൾക്കും വിജയം ആശംസിക്കുന്നു. ഈ സിനിമകളെ കുറിച്ചും വീഡിയോ സംബന്ധമായും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി പറയുക. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക. വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. പുതിയ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.